ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ ടെക്സ്റ്റിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ദ ലിറ്റിൽ ഗേൾ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ദ ലിറ്റിൽ ഗേൾ നോക്കിയേ. ടു ദ ലിറ്റിൽ ഗേൾ ഹി വാസ് എ ഫിഗർ ടു ബി ഫിയർഡ് ആൻഡ് അവോയ്ഡഡ്. Every morning before going to work, he came into her room and gave her a casual kiss, to which she responded with "Goodbye, father." And oh, there was a glad sense of relief when she heard the noise of the carriage growing fainter and fainter down the long road. In the evening, when he came home, she stood near the staircase and heard his loud voice in the hall. "Bring my tea into the drawing room. Hasn't the paper come yet? Mother, go and see if my paper's out there and bring my slippers." അപ്പോൾ നോക്കിയേ, ടു ദ ലിറ്റിൽ ഗേൾ, ആ ലിറ്റിൽ ഗേളിനെ സംബന്ധിച്ചിടത്തോളം ഹി വാസ് എ ഫിഗർ ടു ബി ഫിയർഡ് ആൻഡ് അവോയ്ഡഡ്, അല്ലേ? ഹി വാസ് എ ഫിഗർ ടു ബി ഫിയർഡ് ആൻഡ് അവോയ്ഡഡ്, അല്ലേ? എങ്ങനെയുള്ളതാണ്? ഹി വാസ് എ ഫിഗർ ടു ബി ഫിയേർഡ്, ഭയപ്പെടുത്തുന്ന, ആൻഡ് അവോയ്ഡഡ്, അല്ലേ? എന്താണ്? അവഗണിക്കപ്പെടേണ്ട ഒരു ഫിഗർ, അല്ലേ? ഒരു രൂപം അല്ലെങ്കിൽ ഒരു പേഴ്സൺ, അല്ലേ? അപ്പോൾ ആ കൊച്ചു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പേഴ്സൺ എങ്ങനെയായിരുന്നു? ഭയപ്പെടേണ്ട, അവഗണിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു, അല്ലേ? അപ്പോൾ എപ്പോഴും ഈ കുട്ടി അദ്ദേഹത്തെ എന്ത് ചെയ്തിരുന്നു? അവോയ്ഡ് ചെയ്തിരുന്നു. അതിനുള്ള കാരണം എന്തായിരുന്നു? അവൾ അയാളെ ഭയപ്പെട്ടിരുന്നു. എവ്രി മോർണിംഗ്, എല്ലാ ദിവസവും രാവിലെ, ബിഫോർ ഗോയിങ് ടു വർക്ക്, അല്ലേ? ജോലിക്ക് പോകുന്നതിന് മുമ്പ്, ഹീ കെയിം ഇൻ ടു ഹർ റൂം, അല്ലെ? എന്ത് ചെയ്യുമായിരുന്നു? അയാൾ അവളുടെ റൂമിലേക്ക് വരുമായിരുന്നു. ആൻഡ് ഗേവ് ഹർ എ കാഷ്വൽ കിസ്, എന്നിട്ട് എന്ത് ചെയ്യുമായിരുന്നു? അവളെ കിസ് ചെയ്യുമായിരുന്നു, അല്ലെ? ടു വിച്ച് ഷീ റെസ്പോണ്ടഡ്, അതിനവൾ എന്ത് ചെയ്തിരുന്നു? റെസ്പോണ്ട് ചെയ്തിരുന്നു, അല്ലെ? മറുപടി കൊടുത്തിരുന്നു. എങ്ങനെയാണ്? ഗുഡ് ബൈ ഫാദർ, അല്ലെ? എന്തെന്ന് പറയുമായിരുന്നു അദ്ദേഹം വന്ന് കിസ് ചെയ്യുമ്പോൾ? ഗുഡ് ബൈ ഫാദർ എന്ന് പറയുമായിരുന്നു. ആൻഡ് ഓ, there was a glad sense of relief, എന്നിട്ടോ and there was a large sense of relief, അവൾക്ക് വളരെയധികം ആശ്വാസം തോന്നും. when she heard the noise of the carriage growing fainter and fainter down the long road, അല്ലേ? ആ റോഡിലൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നത്? അദ്ദേഹം പോകുന്ന ശബ്ദം ഇങ്ങനെ ഫെയിൻറ്റർ ആൻഡ് ഫെയിൻറ്റർ, മങ്ങി 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 പോകുമ്പോൾ അവൾക്ക് എന്തുണ്ടാകും? റിലീഫ് ഉണ്ടാകും. അതായത് അദ്ദേഹം അവിടെ നിന്ന് പോകുമ്പോൾ അവൾക്ക് എപ്പോഴും എന്താണ്? ആശ്വാസമാണ് കിട്ടുന്നത്. ഇൻ ദ ഈവനിങ് വെൻ ഹി കെയിം ഹോം, വൈകുന്നേരങ്ങളിൽ അദ്ദേഹം വീട്ടിലെത്തുമ്പോഴോ, ഷീ സ്റ്റുഡ് നിയർ ദ സ്റ്റെയർ കേസ്, അവൾ എവിടെയായിരിക്കും നിൽക്കുന്നുണ്ടാവുക? സ്റ്റെയർ കേസിന് അരികിലായിട്ടാകും നിൽക്കുന്നുണ്ടാവുക. ആൻഡ് ഹേർഡ് ഹിസ് ലൗഡ് വോയിസ് ഇൻ ദ ഹാൾ, എന്നിട്ടോ അദ്ദേഹത്തിൻ്റെ ലൗഡ് വോയിസ്, ഉച്ചത്തിലുള്ള ശബ്ദം ആ ഹാളിൽ കേൾക്കാൻ സാധിക്കും. എന്തൊക്കെയായിരിക്കും അദ്ദേഹം പറയുന്നത്? ബ്രിങ് മൈ ടീ ഇൻ ടു ദ ഡ്രോയിങ് റൂം, അല്ലേ? എന്ത് കൊണ്ടുവരൂ? ചായ കൊണ്ടുവരൂ. ഹാസൻ ദ പേപ്പർ കം യെറ്റ്, ഇതുവരെയും പത്രം വന്നിട്ടില്ലേ? മദർ, അമ്മേ, ഗോ ആൻഡ് സീ ഇഫ് മൈ പേപ്പർ ഈസ് ഔട്ട് ദെയർ, അല്ലേ? പത്രം വന്ന് പുറത്ത് കിടപ്പുണ്ടോ എന്ന് നോക്കൂ. ആൻഡ് ബ്രിങ് മീ മൈ സ്ലിപ്പേഴ്സ്, എൻ്റെ സ്ലിപ്പേഴ്സ് എടുത്ത് കൊണ്ടുവരൂ എന്നൊക്കെയുള്ള ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ എപ്പോഴും അവൾക്ക് കേൾക്കാൻ സാധിക്കുമായിരുന്നു. കേസിയ, മദർ വുഡ് കോൾ ടു ഹർ, "If you are a good girl, you can come down and take off father's boots." Slowly, the girl would slip down the stairs, more slowly, still across the hall, and push open the drawing room door. By that time, he had his spectacles on and looked at her over them in a way that was terrifying to the little girl. "Well, Kezia, hurry up and pull off these boots and take them outside. Have you been a good girl today?" "I don't know, father." അപ്പോൾ നോക്കി, കേസിയ, മദർ വുഡ് കോൾ ടു ഹർ. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴായിരിക്കും അമ്മ എന്ത് ചെയ്യുന്നത്? അവളെ വിളിക്കുന്നത്. എന്താണ് അവളുടെ പേര്? കേസിയ, അല്ലെ? കേസിയ, മദർ വുഡ് കോൾ ടു ഹർ, ഇഫ് യു ആർ എ ഗുഡ് ഗേൾ, നീ ഒരു ഗുഡ് ഗേൾ ആണെങ്കിൽ, നല്ല പെൺകുട്ടിയാണെങ്കിൽ, യു ക്യാൻ കം ഡൗൺ, നിനക്ക് താഴേക്ക് വരാം, ആൻഡ് ടേക്ക് ഓഫ് ഫാദേഴ്സ് ബൂട്ട്സ്, എന്നിട്ട് അച്ഛൻ്റെ ബൂട്ട്സ് എന്ത് ചെയ്യാം? ഊരി മാറ്റാം. സ്ലോലി ദ ഗേൾ വുഡ് സ്ലിപ്പ് ഡൗൺ ദ സ്റ്റെയർസ്, അവൾ പതി എന്ത് ചെയ്യും? ആ സ്റ്റെയർ ഇറങ്ങും. എന്നിട്ടോ ആൻഡ്
മോർ സ്ലോലി സ്റ്റിൽ അക്രോസ് ദ ഹാൾ. കുറച്ചുകൂടി പതിയെ എന്ത് ചെയ്യും, ആ ഹാള് കടന്നു വരും. ആൻഡ് പുഷ് ഓപ്പൺ ദ ഡ്രോയിങ് റൂം ഡോർ. എന്നിട്ട് എന്ത് ചെയ്യും, ഡ്രോയിങ് റൂമിൻ്റെ ഡോറ് പതിയെ തുറക്കും. ബൈ ദാറ്റ് ടൈം, ആ സമയം, ഹീ ഹാഡ് ഹിസ് സ്പെക്ടക്കിൾസ് ഓൺ. അദ്ദേഹം എന്ത് വെച്ചിട്ടുണ്ടാവും, കണ്ണട വെച്ചിട്ടുണ്ടാവും. ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹെർ ഓവർ ദം. അതിനിടയിലൂടെ അവൾ എന്ത് ചെയ്യും, ഒന്ന് നോക്കും. ഇൻ എ വേ ദാറ്റ് വാസ് ടെറിഫൈങ് ടു ദ ലിറ്റിൽ ഗേൾ. ഏത് രീതിയിലാണ്, അവൾക്ക് ഭയമുണ്ടാകുന്ന രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്യും, അവളെ ഒന്ന് നോക്കും. വെൽ കേസിയ, അപ്പോൾ അദ്ദേഹം പറയും, ഹറി അപ്പ് ആൻഡ് പുൾ ഓഫ് ദീസ് ബൂട്ട്സ് ആൻഡ് ടേക്ക് ദം ഔട്ട് സൈഡ്. അല്ലേ, വേഗം വരൂ, എന്ത് ചെയ്യൂ, ഈ ബൂട്ട്സ് എല്ലാം ഊരി എവിടെ കൊണ്ടുവയ്ക്കൂ, പുറത്ത് കൊണ്ടുവയ്ക്കൂ. ഹാവ് യു ബീൻ എ ഗുഡ് ഗേൾ ടുഡേ. നീ ഇന്നൊരു നല്ല കുട്ടിയായിരുന്നു എന്ന് ചോദിക്കും. അപ്പോൾ എന്താ കേസ് പറയുക, ഐ ഡോണ്ട് നോ ഫാദർ. അല്ലെ, സ്റ്റാമറിങ്ങോടുകൂടി, ഒരു വിക്കോടുകൂടി കേസ് പറയും, എനിക്ക് അറിയില്ല, ഞാനൊരു ഗുഡ് ഗേൾ ആയിരുന്നോ അല്ലയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. You don't know. If you shudder like that, mother will have to take you to the doctor. അല്ലേ, അപ്പോൾ അദ്ദേഹം അതുപോലെ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്ത് അവളോട് ചോദിക്കും, യു ഡോണ്ട് നോ. അല്ലേ, ഇഫ് യു സ്റ്റട്ടർ ലൈക്ക് ദാറ്റ്, നീ ഇതുപോലെ എന്ത് ചെയ്യുകയാണെങ്കിൽ, വിൽക്കുകയാണെങ്കിൽ, മദർ വിൽ ഹാവ് ടു ടേക്ക് യു ടു ദ ഡോക്ടർ. അല്ലേ, എന്താണ്, അമ്മയ്ക്ക് നിന്നെ എവിടേക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് വരും, ഡോക്ടറിൻ്റെ അരികിലേക്ക് കൊണ്ടുപോകേണ്ടതായി വരും. She never stuttered with other people, had quite given it up, but only with father, because then she was trying so hard to say the words properly. What's the matter? What are you looking so wretched about? Mother, I wish you taught this child not to appear at the brink of suicide. Here, Keisha, carry my teacup back to the table carefully. He was so big, his hands and his neck, especially his mouth when he yawned. Thinking about him alone was like thinking about a giant. അപ്പോൾ നോക്കി, ഷീ നെവർ സ്റ്റട്ടേഡ് വിത്ത് അതർ പീപ്പിൾ. അവൾ മറ്റൊരു വ്യക്തിക്കൊപ്പം എന്ത് ചെയ്തിട്ടില്ല, ഇങ്ങനെ സ്റ്റട്ടർ ചെയ്തിട്ടില്ല, വിക്കിയിട്ടില്ല. ഹീ ഹാഡ് ക്വൈറ്റ് ഗിവൺ ഇറ്റ് അപ്പ്, ബട്ട് ഓൺലി വിത്ത് ഫാദർ. അല്ലെ, ആർക്കൊപ്പം മാത്രമാണ് ഇങ്ങനെ സ്റ്റട്ടർ ചെയ്യുന്നത്, ഇങ്ങനെ വിൽക്കുന്നത്, അച്ഛനോടൊപ്പം മാത്രമാണ്. അച്ഛനോട് സംസാരിക്കുമ്പോൾ മാത്രമാണ് ഇവൾ ഇങ്ങനെ വിൽക്കുന്നത്. ബിക്കോസ് ദെൻ ഷീ വാസ് ട്രൈങ് സോ ഹാർഡ് ടു സേ ദ വേർഡ്സ് പ്രോപ്പർലി. കാരണം എന്താണ്, അപ്പോഴൊക്കെ എന്താണ്, ഷീ വാസ് ട്രൈങ് സോ ഹാർഡ്, വളരെ കഷ്ടപ്പെട്ടാണ് അവൾ ഓരോ വാക്കും എന്ത് ചെയ്യുന്നത്, പറയാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് വിക്കുണ്ടാകുന്നത്. വാട്ട് ഇസ് ദ മാറ്റർ? അപ്പോൾ ഡാഡി ചോദിക്കാം, എന്താണ് പ്രശ്നം? വാട്ട് ആർ യു ലുക്കിംഗ് സോ റച്ചഡ് അബൌട്ട്? എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ റച്ചഡ് ആയിട്ട്, അൺഹാപ്പി ആയിട്ടിരിക്കുന്നത്, അല്ലേ, ഒട്ടും സന്തോഷവതി അല്ലാതെ ഇരിക്കുന്നത്? മദർ, എന്നിട്ട് അമ്മയോട് പറയാം, ഐ വിഷ് യു ടോട്ട് ദിസ് ചൈൽഡ് നോട്ട് ടു അപ്പിയർ ഓൺ ദ ബ്രിങ്ക് ഓഫ് സൂയിസൈഡ്. അല്ലേ, എന്താണ്, ഐ വിഷ്, ഞാൻ കരുതുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, യു ഷുഡ് ടോട്ട് ദിസ് ചൈൽഡ്. അല്ലേ, നിങ്ങൾ എന്ത് പഠിപ്പിക്കുക, നോട്ട് ടു അപ്പിയർ ഓൺ ദ ബ്രിങ്ക് ഓഫ് സൂയിസൈഡ്. അല്ലെ, ഈ കുട്ടിയെ സൂയിസൈഡ് ചെയ്യരുത് എന്ന് ഇവളോട് പറയണം. ഇവൾ മിക്കവാറും ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും, സൂയിസൈഡ് ചെയ്യും. കാരണം എന്താണ്, ഇവളെപ്പോഴും ഒരു അൺഹാപ്പി മൂഡിലാണ് കാണപ്പെടുന്നത്. എന്നിട്ടോ, ഹിയർ കേസിയ ക്യാരി മൈ ടീ കപ്പ് ബാക്ക് ടു ദ ടേബിൾ കെയർഫുള്ളി. ഹിയർ കേസിയ ക്യാരി മൈ ടീ കപ്പ് ബാക്ക് ടു ദ ടേബിൾ കെയർഫുള്ളി. അല്ലെ, വളരെ ശ്രദ്ധയോടെ നീ എന്ത് ചെയ്യുക, ഈ ടീ കപ്പ് കൊണ്ടുപോയി ആ ടേബിളിൽ വെക്കുക. ഹി വാസ് സോ ബിഗ്. എന്നിട്ടോ, അയാൾ എന്തായിരുന്നു, ഹി വാസ് സോ ബിഗ്, വളരെ വലുതാണ്. ഹിസ് ഹാൻഡ്സ് ആൻഡ് നെക്ക്, അയാളുടെ കൈയും കഴുത്തും എല്ലാം വളരെ വലുതാണ്. എസ്പെഷ്യലി ഹിസ് മൗത്ത്, പ്രത്യേകിച്ചും എന്താണ്, ഹിസ് മൗത്ത്, അയാളുടെ വായ. വെൻ ഹി യോൺഡ്, കോട്ട് വായിടുമ്പോൾ അയാളുടെ വായ, അല്ലെ, വളരെ വലുതാണ്. തിങ്കിങ് അബൌട്ട് ഹിം എലോൺ, അല്ലെ, അയാളെക്കുറിച്ച് ആലോചിക്കുന്നത് ലൈക്ക് തിങ്കിങ് അബൌട്ട് എ ജയൻറ്റ്. എന്തിനെ കുറിച്ച് ആലോചിക്കുന്നത് പോലെയായിരുന്നു, ഒരു ജയൻറ്റിനെ കുറിച്ച്. ജയൻ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഭീകര രൂപി, അല്ലെങ്കിൽ വളരെ എന്താണ്, വലിയ മനുഷ്യൻ, അല്ലെ. അപ്പോൾ എന്താണ്, ഒരു ജയൻറ്റിനെ കുറിച്ച് ആലോചിക്കുന്നത് പോലെ ആയിരുന്നു പലപ്പോഴും അയാളെക്കുറിച്ച് ആലോചിക്കുക എന്നുള്ളത്. ഓൺ സൺഡേ ആഫ്റ്റർനൂൺസ് grandmother sent her down to the drawing room to have a nice talk with father and mother. But the little girl always found mother reading and father stretched out on the sofa, his handkerchief on his face, his feet on the
on one of the best cushions, sleeping soundly and snoring. Okay. On Sunday afternoons, Sunday afternoons, grandmother sent her down to the drawing room to have a nice talk with father and mother. ഗ്രാൻഡ് മദർ എന്ത് ചെയ്യും? ഈ പെൺകുട്ടിയെ താഴേക്ക് പറഞ്ഞു വിടും. എന്തിനു വേണ്ടിയിട്ടാ? ടു ഹാവ് എ നൈസ് കോൺവെർസേഷൻ വിത്ത് ഫാദർ ആൻഡ് മദർ. അച്ഛനോടും അമ്മയോടും എന്താണ് നന്നായിട്ടൊക്കെ ഒന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് താഴേക്ക് പറഞ്ഞു വിടും. അങ്ങനെ അവൾ താഴേക്ക് ചെല്ലുമ്പോഴോ, ബട്ട് ദ ലിറ്റിൽ ഗേൾ ഓൾവേസ് ഓൺ മദർ റീഡിങ് ആൻഡ് ഫാദർ സ്ട്രെച്ച്ഡ് ഔട്ട് ഓൺ ദ സോഫ. അവൾ താഴേക്ക് ചെല്ലുമ്പോൾ അവൾക്ക് എപ്പോഴും കാണാൻ കഴിയുന്നത് അമ്മ എന്തെങ്കിലും വായിക്കുകയായിരിക്കും, അച്ഛനാണെങ്കിൽ എന്ത് ചെയ്യായിരിക്കും? സോഫയിൽ എന്ത് ചെയ്യായിരിക്കും? സ്ട്രെച്ച്ഡ് ഔട്ട്, നീണ്ടു നിവർന്ന് കിടക്കുന്നതായിരിക്കും കാണാൻ സാധിക്കുന്നത്. വിത്ത് ഹാൻഡ് കർച്ചീഫ് ഓൺ ഹിസ് ഫേസ്, മുഖത്ത് എന്ത് ഇട്ടിരിക്കും? ഒരു ഹാൻഡ് കർച്ചീഫ് എടുത്തിട്ടിരിക്കും. ഹിസ് ഫീറ്റ് ഓൺ ഓഫ് ദ ബെസ്റ്റ് കുഷൻസ്, അദ്ദേഹത്തിൻ്റെ കാലുകൾ എവിടെയായിരിക്കും? ഏറ്റവും നല്ല കുഷൻസിൻ്റെ മുകളിൽ ഒന്നിൽ കാല് വയ്ക്കും. സ്ലീപ്പിംഗ് സൗണ്ട്ലി ആൻഡ് സ്നോറിങ്, എങ്ങനെയാണ്? സ്ലീപ്പിംഗ് സൗണ്ട്ലി, ശബ്ദത്തോടു കൂടി, ആൻഡ് സ്നോറിങ് കൂർക്കം വലി, കൂർക്കം വലിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യായിരിക്കും? ഉറങ്ങുകയായിരിക്കും ചെയ്യുന്നത്. She sat on a stool, gravely watched him until he woke and stretched, and asked the time, then looked at her. Don't stay so, Kezia. You look like a little brown owl. One day, when she was kept indoors with a cold, her grandmother told her that father's birthday was next week and suggested she should make him a pin cushion for a gift out of a beautiful piece of yellow silk. ഓക്കെ, ഷീ സാറ്റ് ഓൺ എ സ്റ്റൂൾ. അപ്പോൾ അവൾ എന്ത് ചെയ്യും? ഒരു സ്റ്റൂളിൽ അവിടെ ഇരിക്കും. ഗ്രേവിലി വാച്ച്ഡ് ഹിം, എന്നിട്ടോ ഗ്രേവിലി, സീരിയസ്ലി, ഗൗരവത്തോടു കൂടി എന്ത് ചെയ്യും? അയാളെ നോക്കിക്കൊണ്ട്. അണ്ടിൽ ഹി വോക്ക് ആൻഡ് സ്ട്രെച്ച്ഡ്, ഏതുവരെ? അദ്ദേഹം ഉണർന്ന് എന്ത് ചെയ്യുന്നവർ? സ്ട്രെച്ച് ചെയ്യുന്നവർ, കൈയൊക്കെ നിറത്തില്ലേ ഉണർന്നിട്ട്, അതിനെയാണ് ഓക്കെ സ്ട്രെച്ച് ചെയ്യാന്ന് പറയുന്നത്. ആൻഡ് ആസ്ക്ഡ് ദ ടൈം, എന്നിട്ട് അദ്ദേഹം എന്ത് ചോദിക്കും? സമയം ചോദിക്കും. ദെൻ ലുക്ക്ഡ് അറ്റ് ഹർ, എന്നിട്ട് അദ്ദേഹം അവളെ നോക്കും. ഡോണ്ട് സ്റ്റേ സോ കേസിയ, അപ്പോൾ എന്തായിരിക്കും അദ്ദേഹം പറയുന്നത്? ഡോണ്ട് സ്റ്റേ സോ കേസിയ, നീ ഇങ്ങനെ തുറച്ച് നോക്കരുത്. യു ലുക്ക് ലൈക്ക് എ ലിറ്റിൽ ബ്രൗൺ ഔൾ, നിന്നെ കണ്ടിട്ട് എന്തുപോലെ തോന്നുന്നു? ഒരു ചെറിയ ബ്രൗൺ കളറിലുള്ള ഔൾ, മൂങ്ങയെ പോലെയാണ് തോന്നുന്നത് നീ ഇങ്ങനെ നോക്കുമ്പോൾ എന്ന് പറയും. ഒരു ദിവസം വെൻ ഷി വാസ് കെപ്റ്റ് ഇൻഡോസ് വിത്ത് എ കോൾഡ്, അവൾ ജലദോഷം പിടിച്ച് വീടിൻ്റെ അകത്തിരിക്കുമ്പോൾ ഹർ ഗ്രാൻഡ് മദർ ടോൾഡ് ഹർ ദാറ്റ് ഫാദേഴ്സ് ബർത്ത്ഡേ വാസ് നെക്സ്റ്റ് വീക്ക്. അവളുടെ ഗ്രാൻഡ് മദർ എന്തെന്ന് പറഞ്ഞു? അവളുടെ അച്ഛൻ്റെ ബർത്ത്ഡേ അടുത്ത വീക്കിലാണ്. ആൻഡ് സജസ്റ്റഡ് ഷീ ഷുഡ് മേക്ക് ഹിം എ പിൻ കുഷൻ, ഒരു കുഷൻ ഉണ്ടാക്കി കൊടുക്കണം, ഒരു ഗിഫ്റ്റായിട്ട് ഒരു കുഷൻ. അതും എന്തുകൊണ്ട്? ഒരു യെല്ലോ സിൽക്ക് കൊണ്ട്, എന്താണ്? മഞ്ഞ പട്ട് കൊണ്ട് ഒരു കുഷൻ നീ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. Laboriously, with a double cotton, the little girl stitched 3 sides, but what to fill it with? That was the question. The grandmother was out in the garden, and she wandered into mother's bedroom and took for scraps. On the bed table, she discovered a great many sheets of fine paper, gathered them up, tore them into tiny pieces, and stuffed her case, then sewed up the 4th side. അപ്പം നോക്കി, ലെബോറിയസ്ലി, എന്താ ലെബോറിയസ്ലി എന്ന് വെച്ചാൽ വിത്ത് എ ലോട്ട് ഓഫ് എഫേർട്ട് ആൻഡ് ഡിഫിക്കൽറ്റ്, അപ്പോൾ എന്താണ്? ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒരു താല്പര്യവുമില്ലാതെ, വളരെ ലെബോറിയസ് ആയിട്ട് അവൾ എന്ത് ചെയ്തു? വിത്ത് എ ഒരു ഡബിൾ കോട്ടൺ എടുത്തു. ദ ലിറ്റിൽ ഗേൾ സ്റ്റിച്ച്ഡ് ദ 3 സൈഡ്, അതിൻ്റെ 3 സൈഡുകളും എന്ത് ചെയ്തു? തുന്നി വെച്ചു. ബട്ട് വാട്ട് ടു ഫിൽ ഇറ്റ് വിത്ത്, ഇനി അതിൻ്റെ അകത്ത് എന്തെങ്കിലും നിറച്ചാലല്ലേ അതിൻ്റെ 4ാമത്തെ വശം തുന്നാൻ പറ്റും. അപ്പോൾ വാട്ട് ടു ഫിൽ ഇറ്റ് വിത്ത്, അതിനി എന്ത് നിറയ്ക്കും എന്നുള്ള കൺഫ്യൂഷൻ വന്നു. ദാറ്റ് വാസ് ദ ക്വസ്റ്റ്യൻ, അതായിരുന്നു ക്വസ്റ്റ്യൻ. ദ ഗ്രാൻഡ് മദർ വാസ് ഔട്ട് ഇൻ ദ ഗാർഡൻ, മുത്തശ്ശി എന്ത് ചെയ്യായിരുന്നു? ഔട്ട് ഇൻ ദ ഗാർഡൻ നിൽക്കുകയായിരുന്നു. ആൻഡ് ഷീ വാണ്ടേഡ് ഇൻ ടു മദേഴ്സ് ബെഡ്റൂം ടു ലുക്ക് ഫോർ സ്ക്രാപ്സ്, എന്തെങ്കിലുമൊക്കെ കിട്ടുമോ ഇതിൻ്റെ അകത്ത് നിറയ്ക്കാൻ, എന്തെങ്കിലുമൊക്കെ ചെറിയ അവശിഷ്ടങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ കിട്ടുമോ ഇതിലേക്ക് നിറയ്ക്കാൻ എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ട് അവൾ എന്ത് ചെയ്തു? ഷീ വാണ്ടേഡ് ഇൻ ടു മദേഴ്സ് ബെഡ്റൂം, അമ്മയുടെ മുറിയിലേക്ക് പോയി. ഓൺ ദ ബെഡ് ടേബിൾ ഷീ ഡിസ്കവേർഡ് എ ഗ്രേറ്റ് മെനി ഷീറ്റ്സ് ഓഫ് ഫൈൻ പേപ്പർ. അപ്പോഴാണ് കാണുന്നത് എന്താണ്? ബെഡ് ടേബിളായിട്ട് എന്ത് കാണാം? ഒരുപാട് നല്ല അടിപൊളി പേപ്പറുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് അവൾ കണ്ടു.
gathered them up, tore them into tiny pieces and stuffed her case, then sewed up the fourth side. അവൾ അതെല്ലാം കൂടി എന്ത് ചെയ്തു, ചേർത്ത് വെച്ചിട്ട് എല്ലാത്തിനെയും എന്ത് ചെയ്തു, കീറി നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എന്തിൽ നിറച്ചു, ഈ കുഷനിൽ നിറച്ചിട്ട് അതിൻ്റെ നാലാമത്തെ സൈഡും തുന്നി. That night there was a hue and cry in the house. Father's great speech for the port authority had been lost. Rooms were searched, servants questioned. Finally, mother came into Kezia's room. Kezia, I suppose you didn't see some papers on a table in our room. Oh yes, she said. I tore them up for my surprise. What? Screamed mother. Come straight down to the dining room in this instant. That night, ആ രാത്രി എന്താണ്, there was a hue and cry in the house. അല്ലേ, എന്താണ് hue and cry എന്ന് വെച്ചാൽ എന്താ, സൈഡിൽ കൊടുത്തിട്ടുണ്ട് ആംഗ്രി പ്രൊട്ടസ്റ്റ്, അല്ലെ, ദേഷ്യത്തോടെയുള്ള എതിർപ്പും വഴക്കും ഒക്കെ അവിടെ കേൾക്കാൻ സാധിച്ചു. ഫാദേഴ്സ് ഗ്രേറ്റ് സ്പീച്ച് ഫോർ ദ പോർട്ട് അതോറിറ്റി ഹാഡ് ബീൻ ലോസ്റ്റ്. പോർട്ട് അതോറിറ്റിയെ കുറിച്ച് ഫാദർ എഴുതിയ എന്താണ് ആ ഗ്രേറ്റ് സ്പീച്ച് കാണുന്നില്ല, അതാണ് വഴക്കിന് കാരണം. ഇറ്റ് ഹാഡ് എ ലോസ്റ്റ്, അല്ലെ, അതെന്ത് ചെയ്തിരിക്കുന്നു, നഷ്ടപ്പെട്ടിരിക്കുന്നു. റൂംസ് വെയർ സെർച്ച്ഡ്, അല്ലെ, എന്ത് ചെയ്തു, മുറികളെല്ലാം പരിശോധിച്ചു. സെർവൻസ് വെയർ ക്വസ്റ്റ്യൻസ്, അല്ലെ, ജോലിക്കാരെല്ലാം ചോദ്യം ചെയ്യപ്പെട്ടു. ഫൈനലി, ഒടുവിൽ, മദർ കെയിം ഇൻ ടു കേസിയാസ് റൂം. അമ്മ എവിടേക്ക് വന്നു, കേസിയുടെ മുറിയിലേക്ക് വന്നു. കേസിയ എന്നിട്ട് ചോദിച്ചു, ഐ സപ്പോസ് യു ഡിഡ്ന്റ് സീ സം പേപ്പേഴ്സ് ഓൺ എ ടേബിൾ ഇൻ അവർ റൂം. അല്ലെ, നമ്മുടെ മുറിയിലെ ടേബിളിൽ കുറച്ച് പേപ്പർ ഇരിക്കുന്നത് നീ കണ്ടില്ലല്ലോ അല്ലേ എന്ന് അമ്മ കേസിയോട് ചോദിച്ചു. ഓ യെസ് ഷീ സെഡ്. അപ്പോൾ അവൾ പറഞ്ഞു, യെസ് ഐ ടോൾഡ് ദം അപ്പ് ഫോർ മൈ സർപ്രൈസ്. ഞാനതെടുത്ത് കീറി എൻ്റെ സർപ്രൈസ് ഉണ്ടാക്കിയെന്ന് ആരും മറുപടി പറഞ്ഞു, കേസിയും മറുപടി പറഞ്ഞു. വാട്ട് സ്ക്രീംഡ് മദർ, അല്ലെ, മദർ എന്ത് ചെയ്തു, ഒന്ന് അലറി. കം സ്ട്രേറ്റ് ഡൗൺ ടു ദ ഡൈനിങ് റൂം ദിസ് ഇൻസ്റ്റന്റ്. ഇപ്പോൾ തന്നെ നീ എന്ത് ചെയ്യുക, താഴെ ഡൈനിങ് റൂമിലേക്ക് വരിക എന്ന് പറഞ്ഞു. And she was dragged down to where father was pacing to and fro, hands behind his back. Well, he said sharply. Mother explained. He stopped and stared at the child. Did you do that? No, she whispered. Mother, go up to her room and fetch down the damned thing. See that the child's put to bed this instant. അപ്പോൾ നോക്കി, and she was dragged down to where father was pacing to and fro, hands behind his back. അങ്ങനെ അവൾ എന്ത് ചെയ്തു, താഴെ ഡൈനിങ് റൂമിലേക്ക് വന്നു. അവിടെ അച്ഛൻ എന്ത് ചെയ്യാണ്, പേസിങ് ടു ആൻഡ് ഫ്രോ, ഹാൻഡ്സ് ബിഹൈൻഡ്, അല്ലേ, കൈകൾ പിറകിൽ കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എന്നിട്ടോ, വെൽ ഹി ഷെഡ് ഷാർപ്പ്ലി, അല്ലേ, വളരെ ഷാർപ്പായിട്ട് പറഞ്ഞു, വെൽ. അപ്പോൾ മദർ എക്സ്പ്ലെയിൻഡ്, അമ്മ എന്ത് ചെയ്തു, എക്സ്പ്ലെയിൻ ചെയ്തു, വിശദീകരിച്ചു കാര്യം. ഹി സ്റ്റോപ്പ്ഡ് ആൻഡ് സ്റ്റേഡ് അറ്റ് ദ ചൈൽഡ്. അദ്ദേഹം എന്ത് ചെയ്തു, അമ്മയോട് നിർത്താൻ പറഞ്ഞു. ആൻഡ് സ്റ്റേഡ് അറ്റ് ദ ചൈൽഡ്, അല്ലേ, എന്നിട്ട് ആ കുട്ടിയെ തുറച്ചു നോക്കി. ഡിഡ് യു ഡു ദാറ്റ്, നീ അത് ചെയ്തു എന്ന് ചോദിച്ചു. നോ ഷീ വിസ്പേർഡ്, ഇല്ല എന്നവൾ പെട്ടെന്ന് എന്ത് ചെയ്തു, വിസ്പർ ചെയ്തു, മന്ത്രിച്ചു. മദർ, ഗോ അപ്പ് ടു ഹർ റൂം. അമ്മേ, നിങ്ങൾ എന്ത് ചെയ്യുക, ഗോ അപ്പ് ടു ഹർ റൂം, അല്ലെ, ഇവളുടെ മുറിയിലേക്ക് പോവുക. ആൻഡ് ഫെച്ച് ഡൗൺ ദ ഡാംഡ് തിങ്, അല്ലെ, എന്നിട്ട് ആ നശിച്ച സാധനം ഇങ്ങ് കൊണ്ടുവരിക. സീ ദാറ്റ് ചൈൽഡ്സ് പുട്ട് ടു ബെഡ് ദിസ് ഇൻസ്റ്റന്റ്, അല്ലെ. Crying too much to explain, she lay in the shadowed room watching the evening light make a sad little pattern on the floor. Crying too much to explain, അല്ലേ, ഒരുപാട് കരഞ്ഞുകൊണ്ട് അവൾ എന്ത് ചെയ്യാൻ തുടങ്ങി, കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. ഷി ലേ ഇൻ ദ ഷാഡോഡ് റൂം. എന്നിട്ടോ അവൾ എന്ത് ചെയ്തു, ആ ഷാഡോഡ് റൂമിൽ, അല്ലെ, നിഴൽ വീണ മുറിയിൽ കിടന്നു. മേക്ക് എ സാഡ് ലിറ്റിൽ പാറ്റേൺ ഓൺ ദ ഫ്ലോർ, അല്ലെ. ദ ഈവനിങ് ലൈറ്റ് മേക്ക് എ സാഡ് ലിറ്റിൽ പാറ്റേൺ ഓൺ ദ ഫ്ലോർ, അല്ലെ. ആ ഈവനിങ് ലൈറ്റ്, അല്ലെ, വൈകുന്നേരത്തിലെ ആ ലൈറ്റ്, ആ പ്രകാശം എന്ത് ചെയ്തു, ഒരു സാഡ് പാറ്റേൺ, അല്ലെ, സങ്കടകരമായൊരു ഭാവം ആ റൂമിലേക്ക് കൊണ്ടുവരുന്നത് പോലെ തോന്നി. ദെൻ ഫാദർ കെയിം ഇൻ ടു ദ റൂം വിത്ത് എ റൂളർ ഇൻ ഹിസ് ഹാൻഡ്സ്. എന്നിട്ടോ അച്ഛൻ എന്ത് ചെയ്തു, ഒരു റൂളറുമായിട്ട് മുറിയിലേക്ക് കടന്നു വന്നു. ഐ ആം ഗോയിങ് ടു ബീറ്റ് യു ഫോർ ദിസ്, ഹി സെഡ്. എന്നിട്ട് പറഞ്ഞു, നീ ഇത് ചെയ്തതിന് ഞാൻ നിന്നെ അടിക്കാൻ പോവുകയാണ്. ഓ നോ നോ, ഷീ സ്ക്രീംഡ് ഹൈഡിങ് അണ്ടർ ദ ബെഡ് ക്ലോസ്, അല്ലെ. ഓ നോ നോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ എന്ത് ചെയ്തു, ആ ബെഡ് ക്ലോസിൻ്റെ അടിയിൽ കയറി ഒളിച്ചിരുന്നു.
But it was for your, sit up, he ordered, and hold out your hands. അല്ലേ, എന്നിട്ട് പറഞ്ഞു എന്ത് ചെയ്യുക, സിറ്റ് അപ്പ്, എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു, and hold out your hands, എന്നിട്ട് കൈ നീട്ടാനും പറഞ്ഞു. You must be taught once and for all not to touch what does not belong to you. അല്ലേ, you must be taught, നീ പഠിക്കേണ്ടിയിരിക്കുന്നു. എന്താണ്? ഫോർ വൺസ് ആൻഡ് ഫോർ ഓൾ. അല്ലേ, ഒരിക്കലും ആദ്യവും അവസാനവുമായി നീ ഒരൊറ്റ കാര്യം പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്താണ് ആ കാര്യം? നോട്ട് ടു ടച്ച് വാട്ട് ഡസ് നോട്ട് ബിലോങ് ടു യു. അല്ലേ, നിൻ്റേതല്ലാത്ത ഒന്നിലും നീ തൊടാൻ പാടില്ല എന്നുള്ള കാര്യം നീ ആദ്യവും അവസാനവുമായി പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ബട്ട് ഇറ്റ് വാസ് ഫോർ യുവർ ബർത്ത്ഡേ. അല്ലേ, പക്ഷേ അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നിങ്ങളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ന് അവൾ പറഞ്ഞു. ഡൗൺ കെയിം ദ റൂളർ ഓൺ ഹർ ലിറ്റിൽ പിങ്ക് പാംസ്. അല്ലേ, അപ്പോഴേക്കും എന്ത് ചെയ്തു? ആ ചെറിയ പിങ്ക് പാംസിൽ, അല്ലേ, ആ പിങ്ക് നിറത്തിലുള്ള ആ കുഞ്ഞ് കയ്യിൽ എന്ത് ചെയ്തു? റൂളർ വന്നു വീണു. Hours later, when grandmother had wrapped in her a shawl and rocked her in the rocking chair, the child clung to her soft body. അല്ലേ, hours later, മണിക്കൂറുകൾക്ക് ശേഷം, when grandmother had wrapped her in a shawl. അല്ലേ, ഗ്രാൻഡ് എന്ത് ചെയ്തു? അവളെ ഒരു ഷോളിൽ പൊതിഞ്ഞ്, and rocked her in the rocking chair. അല്ലേ, ആ ഒരു റോക്കിംഗ് ചെയറിലിട്ട്, എന്താണ്, ചാരുകസേരയിലിട്ട് ഇങ്ങനെ റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ, ആട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവൾ ഗ്രാൻഡ് മദറിൻ്റെ ആ സോഫ്റ്റ് ബോഡിയിലൂടെ, അല്ലെ, മൃദുലമായ ശരീരത്തോട് പറ്റിച്ചേർന്ന് കിടന്നുകൊണ്ട് ചോദിച്ചു. എന്താ ചോദിച്ചത്? വാട്ട് ഡിഡ് ഗോഡ് മേക്സ് ഫാദർ ഫോർ. അല്ലെ, എന്തിനാണ് ദൈവം അച്ഛന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നത്? ഷീ സോബ്ഡ്, അവൾ വിതുമ്പി. Here is a clean hanky, darling. Blow your nose, go to sleep pet. You will forget all about it in the morning. I tried to explain to father, but he was too upset to listen tonight. അല്ലേ, here is a clean hanky. അതൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ് മോളെ എന്ന് പറഞ്ഞു. എന്നിട്ടോ, ബ്ലോ യുവർ നോസ്, നീ നിൻ്റെ മൂക്കൊക്കെ പിടിച്ച് കളയുക, ആൻഡ് ഗോ ടു സ്ലീപ്പ്, എന്നിട്ട് പോയി കിടന്നുറങ്ങൂ. യു വിൽ ഫോർഗെറ്റ് ഓൾ അബൌട്ട് ഇൻ ദ മോർണിംഗ്. അല്ലേ, എന്താണ്, രാവിലെ ആകുമ്പോൾ നീ ഇതെല്ലാം മറക്കുമെന്ന് പറഞ്ഞു. ഐ ട്രൈ ടു എക്സ്പ്ലെയിൻ ടു ഫാദർ. ഞാനത് നിൻ്റെ അച്ഛനോട് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചതാണ്. ബട്ട് ഹി വാസ് ടു അപ്സെറ്റ് ടു ലിസൺ ടു നൈറ്റ്. പക്ഷേ അദ്ദേഹം വളരെ അപ്സെറ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ അത് കേട്ടിരുന്നില്ല എന്ന്. But the child never forgot. Next time she saw him, she quickly put both hands behind her back and a red color flew into her cheeks. But the child never forgot. പക്ഷേ ആ പെൺകുട്ടി അതൊരിക്കലും മറന്നില്ല. നെക്സ്റ്റ് ടൈം ഷീ സോ ഹിം. അല്ലെ, പിന്നീട് അവളെ അയാൾ കാണുമ്പോൾ, ഷീ ക്വിക്ലി പുട്ട് ബോത്ത് ഹാൻഡ്സ് ബിഹൈൻഡ് ഹെർ ബാക്ക്. അല്ലെ, ആ രണ്ട് കൈയും എന്ത് ചെയ്യും? പെട്ടെന്ന് പുറകിൽ ഒളിപ്പിച്ച് കളയും. അതായത് വീണ്ടും അടിക്കുമോ എന്നുള്ള ഭയം കൊണ്ട് രണ്ട് കൈയും പുറകിൽ ഒളിപ്പിച്ച്, ആൻഡ് എ റെഡ് കളർ ഫ്ലൂ ഇൻ ടു ഹെർ ചീക്സ്. അല്ലെ, ഒരു ചുവന്ന നിറം അവളുടെ ചീക്സിലേക്ക് വരും. The McDonalds lived next door. They had 5 children. Looking through a gap in the fence, the little girl saw them playing tag in the evening. The father with a baby Mavo on his shoulders, 2 little girls hanging on to his coat pockets, ran round and round the flower beds, shaking with laughter. Once he saw the boys turn the hose on him, and he tried to catch them laughing all the time. Then it was, she decided, there were different sorts of fathers. അപ്പം നോക്കി, ദ മെക്ഡൊണാൾഡ്സ് ലീവ്ഡ് നെക്സ്റ്റ് ഡോർ. അവരുടെ തൊട്ടടുത്ത വീട്ടിലായിട്ടാണ് ആര് താമസിക്കുന്നത്? മെക്ഡൊണാൾഡും ഫാമിലിയും താമസിക്കുന്നത്, മെക്ഡൊണാൾഡ്സ് താമസിക്കുന്നത്. ദേ ഹാഡ് 5 ചിൽഡ്രൻ. അവർക്ക് 5 കുട്ടികളുണ്ടായിരുന്നു. ലുക്കിംഗ് ത്രൂ എ ഗ്യാപ്പ് ഇൻ ദ ഫെൻസ്. അല്ലെ, അവരുടെ ഫെൻസിലെ, അല്ലെ, എന്താണ്, മതിലിലെ ഒരു ഗ്യാപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണാമായിരുന്നു? ദ ഗേൾസ് സോ ദം പ്ലേയിങ് ടാഗ് ഇൻ ദ ഈവനിങ്. അല്ലെ, വൈകുന്നേരങ്ങളിൽ അവരെന്ത് ടാഗ് കളിക്കുന്നത് കാണാൻ പറ്റും. അല്ലെ, എന്താണ് ടാഗ് എന്ന് വെച്ചാൽ? എന്താണ്, തൊട്ട് കളി എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് നമ്മൾ ടാഗ് എന്ന് പറയും. ദ ഫാദർ വിത്ത് ദ ബേബി മാവോ ഓൺ ഹിസ് ഷോൾഡേഴ്സ്. അല്ലേ, അപ്പോൾ അവരുടെ അച്ഛൻ, അതായത് മക്ഡൊണാൾഡിൻ്റെ എന്താണ് ചുമലിൽ ആര് കാണും? ആര് കയറിയിരിക്കുകയായിരിക്കും? ഏറ്റവും ചെറിയ കുട്ടിയായിട്ടുള്ള മാവോ ഉണ്ടായിരിക്കും. 2 little girls hanging to his coat pockets. അതുപോലെ തന്നെ എന്താണ്, അദ്ദേഹത്തിൻ്റെ 2 കോട്ട് പോക്കറ്റ്സിലുമായിട്ട് 2 little girls, 2 കൊച്ചു പെൺകുട്ടികൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അല്ലേ, പിന്നെയോ
റാൻ റൗണ്ട് ആൻഡ് റൗണ്ട് ദ ഫ്ലവർ ബെഡ്സ്. അവരെല്ലാവരും കൂടി എന്നിട്ട് എന്ത് ചെയ്യായിരിക്കും, ഇങ്ങനെ ഈ ഫ്ലവർ ബെഡ്സിലൂടെ അല്ലെ പൂക്കൾക്കിടയിലൂടെ ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ടാവും. ഷേക്കിംഗ് വിത്ത് ലാഫ്റ്റർ, എല്ലാവരും ചിരിക്കുകയായിരിക്കും. വൺസ് ഷീ സോ ദ ബോയ്സ് ടേൺ ദ ഹോസ് ഓൺ ഹിം, അല്ലെ ഒരിക്കൽ അവൾ കണ്ടു എന്താണ്, ദ ബോയ്സ് ടേൺ ഹോസ് ഓൺ ഹിം, അല്ലെ ഹോസ് അല്ലെ വാട്ടർ ഹോസ് എന്ത് ചെയ്തു, അദ്ദേഹത്തിന് നേരെ എടുത്ത് പിടിക്കുന്നത്, അതായത് അദ്ദേഹത്തിന് നേരെ വെള്ളം എടുത്ത് അടിച്ചു കൊടുക്കും. എന്നിട്ടോ ആൻഡ് ഹി ട്രൈ ടു ക്യാച്ച് ദം ലാഫിങ് ഓൾ ദ ടൈം, അല്ലെ അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ്, ചിരിച്ചുകൊണ്ട് അവന്മാരെ ആ പയ്യന്മാരെ പിടിക്കാൻ ശ്രമിക്കുന്നു. ദെൻ ഇറ്റ് വാസ് ഷീ ഡിസൈഡഡ് ദെയർ വെർ ഡിഫറെൻറ്റ് സോർട്സ് ഓഫ് ഫാദേഴ്സ്. അപ്പോഴാണ് എന്ത് ചെയ്തത്, അവൾക്ക് മനസ്സിലായത്, അല്ലേ ദെർ ആർ ഡിഫറെൻറ്റ് സോർട്സ് ഓഫ് ഫാദർ, വ്യത്യസ്ത രീതിയിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത സ്വഭാവക്കാരായിട്ടുള്ള ഫാദേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് അപ്പോഴാണ് മനസ്സിലായത്. സഡൻലി വൺ ഡേ മദർ ബിക്കെയിം ഇൽ. പെട്ടെന്നൊരു ദിവസം എന്ത് ചെയ്തു, മദർ ബിക്കെയിം ഇൽ, അമ്മയ്ക്ക് അസുഖം ബാധിച്ചു. ആൻഡ് ഗ്രാൻഡ് മദർ ഷീ ആൻഡ് ഗ്രാൻഡ് മദർ വെൻറ്റ് ടു ഹോസ്പിറ്റൽ, അല്ലേ എന്ത് ചെയ്തു, ഷീ ആൻഡ് ഗ്രാൻഡ് മദർ, അല്ലെ അമ്മയും ഗ്രാൻഡ് മദറും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയി. ദ ലിറ്റിൽ ഗേൾ വാസ് ലെഫ്റ്റ് അലോൺ ഇൻ ദ ഹൗസ് വിത്ത് ആലിസ് ദ കുക്ക്, അല്ലെ എന്ത് ചെയ്തു, ആലിസ് എന്ന് പറയുന്ന കുക്കും ലിറ്റിൽ ഗേളും മാത്രമായി വീട്ടിൽ അവശേഷിച്ചു. ദാറ്റ് വാസ് ഓൾ റൈറ്റ് ഇൻ ദ ഡേ ടൈം, അല്ലെ ഡേ ടൈമിൽ അതായത് പകൽ സമയം അത് പ്രശ്നമൊന്നുമില്ലായിരുന്നു. ബട്ട് വൈൽ ആലിസ് വാസ് പുട്ടിങ് ഹെർ ബെഡ് ഷീ ഗ്രൂ സഡൻലി അഫ്രൈഡ്. പക്ഷേ ആലിസ് അവൾക്ക് വേണ്ടി കിടക്ക വിരിക്കുന്ന സമയത്തായിരുന്നു ഷീ ബിക്കെയിം അഫ്രൈഡ്, അവൾ ഭയന്നത്. വാട്ട് വിൽ ഐ ഡു ഇഫ് ഐ ഹാവ് എ നൈറ്റ് മെയർ, ഷീ ആസ്ക്ഡ്. ഐ ഓഫൻ ഹാവ് നൈറ്റ് മെയർസ് ആൻഡ് ദെൻ ഗ്രാനി ടേക്സ് മീ ഇൻ ടു ഹെർ ബെഡ്. ഐ ക്യാൻ സ്റ്റേ ഇൻ ദ ഡാർക്ക്, ഇറ്റ് ഓൾ ഗെറ്റ്സ് വിസ്പറി. എന്നിട്ട് നോക്കി, അപ്പോൾ അവൾ പെട്ടെന്ന് ഭയന്നുകൊണ്ട് ആലിസിനോട് ചോദിച്ചു, വാട്ട് വിൽ ഐ ഡു ഇഫ് ഐ ഹാവ് എ നൈറ്റ് മെയർ, ഞാൻ എന്തെങ്കിലും നൈറ്റ് മെയർ ദുസ്വപ്നം കാണുകയാണെങ്കിൽ എന്ത് ചെയ്യും, അല്ലേ. ഐ ഓഫൻ ഹാവ് നൈറ്റ് മെയർസ് ആൻഡ് ദെൻ ഗ്രാനി ടേക്സ് മീ ഇൻ ടു ഹെർ ബെഡ്. എനിക്ക് പലപ്പോഴും എന്തുണ്ടാകാറുണ്ട്, നൈറ്റ് മെയർസ് ഉണ്ടാകാറുണ്ട്. അപ്പോഴൊക്കെ ഗ്രാനി എന്ത് ചെയ്യും, എന്നെ അവരുടെ ബെഡിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. ഐ ക്യാൻ സ്റ്റേ ഇൻ ദ ഡാർക്ക്, ഇറ്റ് ഓൾ ഗെറ്റ്സ് വിസ്പറി, അല്ലേ എനിക്കൊരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഐ ക്യാൻ സ്റ്റേ ഇൻ ദ ഡാർക്ക്, അല്ലേ എനിക്കൊരിക്കലും ഇരുളിൽ നിൽക്കാൻ സാധിക്കില്ല. യു ജസ്റ്റ് ഗോ ടു സ്ലീപ് ചൈൽഡ്, സെഡ് ആലിസ് പുള്ളിങ് ഓഫ് ഹെർ സോക്സ്, ആൻഡ് ഡോണ്ട് യു സ്ക്രീം ആൻഡ് വേക്ക് യുവർ പുവർ പാ, അല്ലേ എന്നിട്ട് പറഞ്ഞു എന്താണ്, ഡോണ്ട് യു സ്ക്രീം, നീ കിടന്ന് നിലവിളിച്ച് നിന്റെ പുവർ പായെ, പാവം അച്ഛനെ ഉണർത്താൻ പാടില്ല എന്ന് പറഞ്ഞു. But the same old nightmare came, the butcher with a knife and a rope, who came nearer and nearer, smiling that dreadful smile, while she could not move, could only stand still, crying out, "Grandma, Grandma." She woke, shivering to see father beside her bed, a candle in his hand. "What's the matter?" he said. But the same old nightmare came. അല്ലേ അവൾ എന്നും കാണാറുള്ളൊരു നൈറ്റ് മെയർ ദുസ്വപ്നം അവൾ അന്നും കണ്ടു. ദ ബച്ചർ വിത്ത് എ നൈഫ് ആൻഡ് എ റോപ്പ്, അല്ലെ ഒരു കയറും കത്തിയുമായി നിൽക്കുന്ന ഒരു ബച്ചർ, ഒരു ഇറച്ചി വെട്ടുകാരൻ. ഹു കെയിം നിയറർ ആൻഡ് നിയറർ, അയാൾ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്മൈലിംഗ് ദ ഡ്രെഡ്ഫുൾ സ്മൈൽ, അല്ലെ ഭയപ്പെടുത്തുന്ന ഒരു പുഞ്ചിരിയോടുകൂടി. വൈൽ ഷീ കുഡ് നോട്ട് മൂവ്, അവൾക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, അനങ്ങാൻ കഴിയുന്നില്ല. കുഡ് ഓൺലി സ്റ്റാൻഡ് സ്റ്റിൽ, അല്ലെ അവൾക്ക് എന്ത് മാത്രമേ പറ്റുന്നുള്ളൂ, നിശ്ചലമായി ഇരിക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. ക്രൈയിങ് ഔട്ട്, അവൾ നിലവിളിക്കാൻ തുടങ്ങി. ഗ്രാൻഡ്മ, ഗ്രാൻഡ്മ, അല്ലെ മുത്തശ്ശി, മുത്തശ്ശി എന്ന് വിളിച്ചുകൊണ്ട് അവൾ ഉണർന്നു. ഷീ വോക്ക് ഷിവറിംഗ് ടു സീ ഫാദർ ബിസൈഡ് ഹെർ ബെഡ്. അപ്പോഴാണ് എന്ത് അവൾ കണ്ടത്, അച്ഛൻ അവളുടെ അരികിൽ നിൽക്കുന്നു. എ ക്യാൻഡിൽ ഇൻ ഹിസ് ഹാൻഡ്, അദ്ദേഹത്തിൻ്റെ കൈകളിൽ എന്തുകൊണ്ട്, ഒരു മെഴുകുതിരിയും ഉണ്ട്. വാട്ട്സ് ദ മാറ്റർ, ഹി ആസ്ക്ഡ്, എന്താണ് പ്രശ്നമെന്ന് അയാൾ ചോദിച്ചു. ഓ എ ബച്ചർ, എ നൈഫ്, ഐ വാണ്ട് ഗ്രാനി. ഓ ഒരു ബച്ചർ, അല്ലെ എ നൈഫ്, ഐ വാണ്ട് ഗ്രാനി, എനിക്ക് മുത്തശ്ശിയെ വേണമെന്ന് പറഞ്ഞു. ഹി ബ്ലൂ ഔട്ട് ദ ക്യാൻഡിൽ, ബെൻഡ് ഡൗൺ ആൻഡ് കോട്ട് അപ്പ് ദ ചൈൽഡ് ഇൻ ഹിസ് ആംസ്, അല്ലെ അദ്ദേഹം എന്ത് ചെയ്തു, ആ ക്യാൻഡിൽ ബ്ലൂ ചെയ്തു, അല്ലെ ബ്ലൂ ഓഫ് ചെയ്തു, അതായത് ഊതി അണച്ചു. എന്നിട്ടോ ബെൻഡ് ഡൗൺ ആൻഡ് കോട്ട് അപ്പ് ദ ചൈൽഡ് ഇൻ ഹിസ് ആംസ്, അല്ലെ അവളെ അയാളുടെ കൈകളിലെടുത്തു. ക്യാരിങ് ഹെർ അലോങ് ദ പാസേജ് ടു ദ ബിഗ് ബെഡ്റൂം, എന്നിട്ട് ആ വലിയ ബെഡ്റൂമിലേക്ക് അവളെ കൊണ്ടുപോയി. A newspaper was on the bed. He put away that paper, then carefully tucked up the child. അല്ലേ അപ്പോൾ ബെഡിൽ എന്ത് കിടക്കുന്നുണ്ടായിരുന്നു, ഒരു ന്യൂസ് പേപ്പർ കിടക്കുന്നുണ്ടായിരുന്നു. ആ ന്യൂസ് പേപ്പർ എടുത്ത് മാറ്റിയിട്ട് കുട്ടി എന്ത് ചെയ്തു, അവിടെ കിടത്തി. He lay down beside her, അല്ലേ എന്ത് ചെയ്തു, അദ്ദേഹം അവളുടെ അരികിലായി കിടന്നു.
Half asleep still with the butcher's smile all about her it seemed, she crept close to him, snuggled her head under his arm, held tightly to his shirt. വീണ്ടും എന്ത് ചെയ്തു? ഹാഫ് അസ്ലീപ്പിൽ, പകുതി ഉറങ്ങിയപ്പോൾ വീണ്ടും ആ ബച്ചറുടെ മുഖം അവളുടെ സ്വപ്നത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അവൾ പെട്ടെന്ന് എന്ത് ചെയ്തു? അച്ഛനോട് കൈകളിലേക്ക് അമർന്ന് ചേർന്ന് ഷർട്ടിൽ ചുറ്റിപ്പിടിച്ച് കിടന്നു. Then the dark did not matter, she lay still. അപ്പോൾ അവൾക്ക് ഇരുട്ടിനെ ഭയം തോന്നിയില്ല. Here, rub your feet against my legs and get them warm, said father. അപ്പോൾ പറഞ്ഞു, എന്താണ് നിന്റെ ഫീറ്റ് എൻ്റെ ലെഗ്സിലിട്ട് റബ്ബ് ചെയ്യൂ, ഉരസു, ആൻഡ് ഗെറ്റ് ദം വാം, അപ്പോൾ അതിന് ചൂട് കിട്ടുമെന്ന് പറഞ്ഞു. ടയേർഡ് ഔട്ട് ഹി സ്ലെപ്റ്റ് ബിഫോർ ദ ലിറ്റിൽ ഗേൾ. അല്ലെ, ടയേർഡ് ഔട്ട്, ക്ഷീണിച്ച് ആ ലിറ്റിൽ ഗേൾ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ ആര് ഉറങ്ങിപ്പോയി? അച്ഛൻ ഉറങ്ങിപ്പോയി. എ ഫണ്ണി ഫീലിംഗ് കെയിം ഓവർ ഹർ. അപ്പോൾ അവൾക്ക് ഒരു രസകരമായ തോന്നലുണ്ടായി. പുവർ ഫാദർ, അല്ലെ, പാവം അച്ഛൻ. നോട്ട് സോ ബിഗ്, അത്രയ്ക്ക് വലുതൊന്നുമല്ല. ആഫ്റ്റർ ഓൾ, ആൻഡ് വിത്ത് നോ വൺ ടു ലുക്ക് ആഫ്റ്റർ ഹിം, അദ്ദേഹത്തെ നോക്കാൻ ആരും തന്നെ ഇല്ല. ഹി വാസ് ഹാർഡർ ദാൻ ഗ്രാൻഡ് മദർ. ഗ്രാൻഡ് മദറിനേക്കാൾ ഹാർഡർ, കട്ടിയുള്ള തൊലിയാണുള്ളത്. ബട്ട് ഇറ്റ് വാസ് എ നൈസ് ഹാർഡ്നെസ്. പക്ഷേ എന്നാലും മനോഹരമായിട്ടുള്ള ഹാർഡ്നെസ് ആണത്, കാഠിന്യമാണത്. ആൻഡ് എവറി ഡേ ഹി ഹാഡ് ടു വർക്ക് ആൻഡ് വാസ് ടു ടയേർഡ് ടു ബി എ മിസ്റ്റർ മക്ഡൊണാൾഡ്. എവറി ഡേ, അല്ലേ, എല്ലാ ദിവസവും അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? ഹാർഡ് ടു വർക്ക് ഹാർഡ്, കഠിനമായ ജോലി ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഒരു മക്ഡൊണാൾഡിനെ പോലെ കുട്ടിയോട് പെരുമാറാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ഷീ ഹാഡ് എ ടോൺ അപ്പ് ഓൾ ഹിസ് ബ്യൂട്ടിഫുൾ റൈറ്റിങ്സ്. എന്നിട്ട് ചിന്തിച്ചു, അല്ലേ, അദ്ദേഹം എഴുതിയ എല്ലാ റൈറ്റിങ്സും അവൾ വലിച്ചീരിക്കളഞ്ഞു. ഷീ സ്റ്റിർഡ് സഡൻലി ആൻഡ് സൈഡ്. അല്ലേ, അവൾ എന്ത് ചെയ്തു? അവൾക്കൊരു എന്തോ ഒരു വല്ലാത്ത തോന്നലുണ്ടായി. ആൻഡ് സൈഡ്, ഒരു ദീർഘമായൊന്ന് നിശ്വസിച്ചു. വാട്ട്സ് ദ മാറ്റർ ആസ്ക്ഡ് ദ ഫാദർ. അനദർ ഡ്രീം. അപ്പോൾ അച്ഛൻ വീണ്ടും ഉണർന്ന് ചോദിച്ചു, വാട്ട്സ് ദ മാറ്റർ, എന്താണ് പ്രശ്നം? അനദർ ഡ്രീം, മറ്റൊരു സ്വപ്നം കണ്ടു എന്ന് ചോദിച്ചു. ഓ സെഡ് ദ ലിറ്റിൽ ഗേൾ, മൈ ഹെഡ് ഈസ് ഓൺ യുവർ ഹാർട്ട്, ഐ ക്യാൻ ഹിയർ ഇറ്റ് ഗോയിങ്, വാട്ട് എ ബിഗ് ഹാർട്ട് യു ഹാവ് ഗോട്ട് ഫാദർ ഡിയർ. അപ്പം നോക്കിയേ, ഓ സെഡ് ദ ലിറ്റിൽ ഗേൾ, മൈ ഹെഡ്സ് ഈസ് ഓൺ യുവർ ഹാർട്ട്. അല്ലെ, എൻ്റെ തല എവിടെയാണ്? നിങ്ങളുടെ ഹാർട്ടിലാണ്. ഐ ക്യാൻ ഹിയർ ഇറ്റ് ഗോയിങ്. അല്ലെ, എനിക്കത് എന്ത് ചെയ്യുന്നത്? ബീറ്റ് ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കും. വാട്ട് എ ബിഗ് ഹാർട്ട് യു ഹാവ് ഗോട്ട് ഫാദർ ഡിയർ. ഡിയർ ഫാദർ, വാട്ട് എ ബിഗ് ഹാർട്ട് യു ഹാവ് ഗോട്ട്. അല്ലെ, എത്ര വലിയ ഹൃദയമാണ് നിങ്ങൾക്കുള്ളത് എന്നവൾ ചോദിച്ചു. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ. എല്ലാവരും നന്നായിട്ട് ആ ടെക്സ്റ്റ് വായിക്കുക, 1-2 തവണ വായിക്കുക. ഓക്കെ, എന്നിട്ട് അതിലുള്ള എന്താണ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ദീസ് ക്വസ്റ്റ്യൻസും എഴുതി വയ്ക്കുക. 2ഉം 3ഉം നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക. ഓക്കെ, താങ്ക് യു.